ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യണം. എല്ലാവരും ചെയ്യണ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കൊന്ന് ചെയ്തൂടെ എന്ന്. പിന്നെ നമുക്കൊരു വരുമാനമാണ്, പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണിത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എത്ര പേരിടുന്നതാണ് അപ്പോഴൊക്കെ തോന്നും എനിക്ക് ഇട്ടാലോ എന്ന്. പിന്നെ എനിക്കൊരു മടിയാണ് ഇടാം. എന്താ വിചാരിക്കുക, എനിക്ക് സാധിക്കുമോ എന്നൊക്കെ. ഇപ്പം ഇന്ന് ഞാനെന്ത് വിചാരിച്ചു, ശരി ഇന്നൊന്ന് തുടങ്ങി നോക്കാം എന്ന് വിചാരിച്ച് ഇന്നിപ്പം ഞാൻ രാവിലത്തെ ഒന്നുമല്ല കേട്ടോ, ഞാൻ വൈകുന്നേരത്തെയാണ് ചെയ്യണത്. ഇത് എൻ്റെ ഭർത്താവിനും അമ്മയ്ക്കും വേണ്ടി ഉണ്ടാക്കുന്ന വൈകുന്നേരത്തെ ഫുഡാണ്. രണ്ടാൾക്ക് ഷുഗറാണ്, അപ്പോൾ രണ്ടാൾക്കും വേണ്ടി കൂടി ഉണ്ടാക്കുന്നതാണ്. ഇത് എന്ത് ദോശയാണെന്നറിയോ? ഇതിൽ ഗോതമ്പുണ്ട്. ഗോതമ്പ് ഞാൻ സെപ്പറേറ്റ് പൊടിച്ചതാണ്. ഗോതമ്പും അതേപോലെ നമ്മുടെ റാഗിയില്ലേ, കൊറ, ചിലയിടത്ത് അത് പുല്ലുപൊടി എന്നൊക്കെ പറയും, അതും പിന്നെ നമ്മുടെ ചെറുപയർ, പിന്നെ ഉലുവ, പിന്നെന്താ ഉലുവ, അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഉഴുന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇത് എല്ലാം കൂടി, അതായത് റാഗി, ഉലുവ, ഉഴുന്ന്, പിന്നെ ചെറുപയർ, ഇതെല്ലാം കൂടി തന്നെ ഇട്ട് പൊടിച്ചതും ഗോതമ്പ് പൊടി വേറെ ആയിട്ടുള്ളതുമായ ദോശയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, രണ്ടാൾ കൂടി ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 കയ്യിൽ, നമ്മുടെ കയ്യിലില്ലേ കറിയൊക്കെ എടുക്കണ കയ്യിൽ, ആ കയ്യിലിന് 2 കയ്യിൽ ഞാൻ ഗോതമ്പ് പൊടി ചേർക്കും. പിന്നെ 2 കയ്യിൽ റാഗി, ആ പൊടിച്ച് വെച്ചാൽ മറ്റേ പൊടിയും ചേർക്കും. ഇത് ശരിക്കും ഇത് ഞാൻ തലേ ദിവസം കലക്കി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ നോക്കി നോക്കൂ, ഹാള് ശരിക്കും വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇതിന് ഞാൻ ഇന്ന് കലക്കി ഉണ്ടാക്കിയതാണ്. ശരിക്കും തലേ ദിവസം കലക്കി വെച്ച് ഉണ്ടാക്കുക വെച്ചാൽ ശരിക്കും അടിപൊളിയാണ്, സൂപ്പറായിരിക്കും നമ്മുടെ ദോശ. ആദ്യം എൻ്റെ ഭർത്താവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ, ഇത് ഒരു രസം ഉണ്ടാവില്ല ഇതെന്ന് പറയും. ഇപ്പം ആള് കഴിച്ച് ശീലമായപ്പോൾ ആള് പറയുന്നു നന്നായിട്ടുണ്ട്, നല്ല ദോശയാണ് കേട്ടോ. അതിന് ചിലപ്പോൾ ഞാൻ ചട്ടണി അരയ്ക്കും, നമ്മൾ പൊട്ടുകടലയും നാളികേരവും പിന്നെ ചുമന്ന മുളക് പൊടി ഇടാറില്ല ഞാൻ, ചുമന്ന മുളക് അതിട്ടിട്ട് ഞാൻ കണ്ടോ ദോശ നോക്കി നോക്കൂ, ശരിക്കും നമ്മുടെ അരിദോശ ഉണ്ടാക്കണ പോലെ തന്നെ ഇല്ലേ ഇത്. എന്നിട്ട് ചട്ടണി അരയ്ക്കും. അല്ലെങ്കിൽ ഞാൻ വലിയ ഉള്ളി വഴറ്റിയിട്ട് അതിൽ 2 ഉണക്കമുളക് ചുട് അല്ലെങ്കിൽ എണ്ണയിൽ വഴറ്റിയിട്ടോ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരയ്ക്കും. ഇത് രണ്ടും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ്.